ആശങ്കയിലാണ് ലോകം. കാരണം ഇസ്ലാമാബാദിൽ നടന്ന ആ ചർച്ചയിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഇറാനും അമേരിക്കയും ഒരു സമവായത്തിലേക്ക് എത്തുമെന്ന്. പക്ഷേ സമ്പൂർണ്ണമായിട്ടും അത് പരാജയപ്പെട്ടു എന്നുള്ള വിവരമാണ് US വൈസ് പ്രസിഡന്റ് നൽകിയത്. എന്താണ് അവിടെ കടുംപിടുത്തമുണ്ടായത്? വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ട്. ഇസ്ലാമാബാദിലെ US ഇറാൻ ചർച്ച പരാജയം. അമേരിക്കൻ സംഘം പാകിസ്ഥാനിൽ നിന്നും മടങ്ങി. ഉപാധികൾ ഇറാൻ അംഗീകരിച്ചില്ലെന്ന JD വാൻസ്. ആണവ പദ്ധതി ഉപേക്ഷിക്കാത്തത് ചർച്ചകൾക്ക് തിരിച്ചടിയായെന്ന് വിശദീകരണം. അമേരിക്ക കടുംപിടുത്തം ഒഴിവാക്കണമെന്ന് ഇറാൻ. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ജീവനൊടുക്കിയ നിതിൻ രാജിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. സ്റ്റാഫ് റൂമിൽ കൂട്ടമായി അധിക്ഷേപിച്ചുവെന്ന് നിതിൻ. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരുമോ. ഞാൻ പറഞ്ഞു, സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സംഗീത മാം എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ അജീഷ മാം പറഞ്ഞു, നിതിൻ കൂളെന്ന് പറഞ്ഞു. നിതിന്റെ സംസ്കാരം ഇന്ന്. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് കീഴ്ഘടകങ്ങളുടെ റിപ്പോർട്ടുകൾ പരിശോധിക്കും. തുടർ ഭരണ സാധ്യതയെന്ന് പാർട്ടി വിലയിരുത്തൽ. കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്ത് ഫ്രോഡുകൾ പിടിമുറുക്കിയിട്ടുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. വോട്ടെണ്ണലിന് ശേഷം എല്ലാം തുറന്നു പറയും. തനിക്കും VM സുധീരനും നിരവധി രഹസ്യങ്ങൾ അറിയാമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് 18നോട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി പശ്ചിമ ബംഗാളിൽ സിലിഗുഡിയിൽ വിജയ് സങ്കല്പ് സഭ ഇന്ന്. BJPക്കെതിരായ മമതാ ബാനർജിയുടെ പരാമർശങ്ങളിൽ മറുപടി ഉണ്ടാകും. $3 ലക്ഷം തട്ടിയെടുത്തുവെന്ന കേസിൽ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറെന്ന് കൊച്ചി മേയർ PK മിനിമോൾ. ആരോപണത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്ന് മേയർ ന്യൂസ് 18നോട്. വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിനും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിനൊക്കെ ഇതുപോലത്തെ ആരോപണങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. 2 പ്രാവശ്യം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നേരിടാനും തയ്യാറാണ്. ദൃശ്യക്കൊലക്കേസ് പ്രതി വിനീഷിനെ ഇന്ന് കേരളത്തിലെത്തിക്കും. പ്രതിയെ പിടികൂടിയത് മുംബൈയിൽ നിന്ന്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഡിസംബർ. സഞ്ജു സാംസണിന്റെ സെഞ്ചുറിക്കരുത്തിൽ IPL 19ാം സീസണിൽ ചെന്നൈക്ക് ആദ്യ ജയം. ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ചത് 23 റൺസിന്. 56 പന്തിൽ 115 റൺസ് എടുത്ത സഞ്ജു കളിയിലെ താരം. ഇസ്ലാമാബാദിൽ നടന്ന US ഇറാൻ ചർച്ചകൾ പരാജയം. അമേരിക്കൻ സംഘം പാകിസ്ഥാനിൽ നിന്നും മടങ്ങി. തങ്ങളുടെ ഉപാധികൾ ഇറാൻ അംഗീകരിച്ചില്ല എന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കാത്തതാണ് ചർച്ചകൾക്ക് തിരിച്ചടിയായത് എന്നാണ് വിശദീകരണം. The bad news is that we have not reached an agreement, and I think that's bad news for Iran much more than it's bad news for the United States of America. So we go back to the United States having not come to an agreement. We've made very clear what our red lines are, what things we're willing to accommodate them on, and what things we're not willing to accommodate them on. And we've made that as clear as we possibly could, and they have chosen not to accept our terms. But the simple fact is that we need to see an affirmative commitment that they will not seek a nuclear weapon, and they will not seek the tools that would enable them to quickly achieve a nuclear weapon. That is the core goal of the President of the United States, and that's what we've tried to achieve through these negotiations. Again, their nuclear program, such as it is, the enrichment facilities that they had before, they've been destroyed. But the simple question is, do we see a fundamental commitment of will for the Iranians not to develop a nuclear weapon, not just now, not just 2 years from now, but for the long term? We haven't seen that yet. We hope that we will. അതേസമയം അമേരിക്ക കടുംപിടുത്തം ഒഴിവാക്കണമെന്നാണ് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗൈ എക്സിൽ കുറിച്ചത്. ചർച്ച അത് ഏത് തരത്തിലാണ് ഇത്തരത്തിൽ പരാജയപ്പെട്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അജയ് സുധാബിജു ചേരുന്ന വിവരങ്ങളുമായി. അജയ്, പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചർച്ചയായിരുന്നു, പക്ഷേ അതിൽ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ ഇനി എന്ത് എന്നുള്ള ആശങ്കയാണല്ലോ.
എന്തുകൊണ്ടാണ് ചർച്ച പരാജയപ്പെട്ടത്? എൽദോ, തീർച്ചയായിട്ടും ഇറാന്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഉപാധികൾ തന്നെയാണ് ഇവിടെ പ്രതിസന്ധിയായി തുടരുന്നത്. ഇറാൻ ഒരു 10 നിർദ്ദേശങ്ങൾ അമേരിക്കയുടെ മുന്നിൽ ഈ ചർച്ചയുടെ ഭാഗമായി വെച്ചിരുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ ആദ്യം നിശ്ചയിച്ചിരുന്ന ഒരു 15 നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. ഈ 2 നിർദ്ദേശങ്ങളിലെയും പല പ്രധാന പോയിന്റുകളും പരസ്പരം കോൺട്രഡിക്ടറിയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ ന്യൂക്ലിയർ വെപ്പണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇറാന്റെ 10 നിർദ്ദേശങ്ങളിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഇറാന്റെ ആണവ അവകാശങ്ങൾ, അതിന് അംഗീകാരം വേണം. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെ ഇറാന്റെ ഒരു ആണവ അവകാശങ്ങളിൽ പെടുന്നുണ്ട്. ഇതിന് ഒരു ആഗോള അംഗീകാരം വേണം എന്നതാണ്. എന്നാൽ അമേരിക്കയുടെ ഏറ്റവും സുപ്രധാന ആവശ്യമെന്ന് പറയുന്നത് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് ഒഴിവാക്കണമെന്നാണ്. അതുമാത്രമല്ല, അന്താരാഷ്ട്ര പരിശോധനകൾക്ക് ഇറാൻ വിധേയമാകണമെന്നും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്നതുമാണ്. എന്നാൽ ഈ ഒരു 2 പോയിന്റിലുമുള്ള പരസ്പര വൈരുദ്ധ്യം തന്നെയാണ് ഈ ചർച്ചകൾക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി. ഈ US-ന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് 21 മണിക്കൂർ നീണ്ട മാരത്തൺ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം കൂടുതൽ വിശദാംശങ്ങളൊന്നും ഈ ചർച്ചയെപ്പറ്റി നൽകുന്നില്ല. എന്നാലും അദ്ദേഹം പറയുന്നത് ഈ ചർച്ച അത് നിരാശാജനകമായിട്ടുള്ള ഒരു അവസാനത്തിലാണ് എത്തിച്ചേർന്നത്. ഇത് അമേരിക്കയേക്കാൾ കൂടുതൽ നിരാശാജനകമാകുന്നത് ഇറാനെ സംബന്ധിച്ചാണ്. ഞങ്ങളുടെ റെഡ് ലൈനുകൾ അത് ഇറാന് മുന്നിൽ വയ്ക്കുകയാണ് ചെയ്തത്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കുമെന്നും എന്തൊക്കെ കാര്യങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ഇറാനോട് വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ അവർക്ക് ഞങ്ങളുടെ ഉപാധികൾ അംഗീകരിക്കാൻ സാധിച്ചില്ല എന്നും JD വാൻസ് നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് നിരന്തരം ടെലിഫോൺ വഴി ഈ ചർച്ചയുടെ ഭാഗമായി ഉടനീളം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടത് എത്രയും വേഗം ഒരു കരാറിൽ എത്തിച്ചേരണമെന്നാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഇറാനുമായി ഒരു സമവായത്തിൽ എത്താൻ സാധിച്ചില്ല. ഞങ്ങളുടെ ഉപാധികൾ അത് ഇറാന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇനി കോർട്ട് തീർച്ചയായിട്ടും ഇറാന്റെ കൈവശമാണ്. പന്ത് തീർച്ചയായിട്ടും ഇറാന്റെ കോർട്ടിലാണ്. അപ്പോൾ ഇറാനാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. അവർ ശുഭകരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും JD വാൻസ് വ്യക്തമാക്കുന്നു. അതുപോലെ അദ്ദേഹം തൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ അതിൻ്റെ ആണവ ആയുധത്തിൻ്റെ ഡെവലപ്മെൻറ്റ് സംബന്ധിച്ചുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ഇറാൻ ഇപ്പോഴാണെങ്കിലും അല്ല ഭാവിയിലാണെങ്കിലും ഒരു ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നുള്ള ആവശ്യമാണ് US മുന്നോട്ട് വെച്ചത്. US-ന്റെ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ ആണവായുധം സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശമായിരുന്നു. എന്നാൽ ഇറാൻ ഇതിൽ ധാരണയാക്കാൻ കൂട്ടായില്ല എന്നതാണ് JD വാൻസ് നിലവിൽ വ്യക്തമാക്കിയത്. അതായത് മറ്റെല്ലാ നിർദ്ദേശങ്ങളെക്കാളും US ഇവിടെ ഊന്നൽ നൽകിയത് ആ ആണവായുധം സംബന്ധിച്ചുള്ള വിഷയത്തിൽ തന്നെയാണ്. ആ കാര്യത്തിൽ ഇറാൻ വിട്ടുവീഴ്ച നടത്തിയിട്ടില്ല എന്നത് വേണം നമുക്ക് JD വാൻസിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാനുള്ളത്. ഇവിടെ ഇപ്പോഴും ദുരൂഹമായി തുടരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് മുന്നിൽ വെളിവാകാത്ത ചില കാര്യങ്ങളാണ് ഈ ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ. അത് ഈ ചർച്ചയിൽ ഭാഗമായതായിട്ട് ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയി അദ്ദേഹത്തിന്റെ എക്സ്പോസിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഹോർമുസ് കടലെടുക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ഹോർമുസ് കടലെടുക്കിന്റെ വിഷയത്തിൽ എന്താണ് ധാരണയായത് എന്നതിനെ സംബന്ധിച്ച് നിലവിൽ ഒരു സൂചനയും നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ ചർച്ചകൾ അവസാനിക്കുന്നതിന് മുൻപ് IRGCയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന വന്നിരുന്നു. ആ പ്രസ്താവനയിൽ IRGC പറയുന്നത് ഹോർമുസ് കടലെടുക്ക് ഇപ്പോൾ നിലവിൽ താൽക്കാലികമായി തുറന്നിട്ടുണ്ട്. എന്നാൽ സൈനിക കപ്പലുകൾക്ക് മാത്രം മേഖലയിലൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല എന്നതാണ് IRGC വ്യക്തമാക്കുന്നത്. അല്ലാതെ ഈ ചർച്ചയുടെ ഭാഗമായി ഹോർമുസ് കടലെടുക്ക് വിഷയത്തെ സംബന്ധിച്ച് ഒരു ധാരണയും നിലവിൽ ഉണ്ടായതായിട്ട് ഒരു സൂചനയും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും അമേരിക്കൻ സംഘം JD വാൻസിനോടൊപ്പം ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് തിരിച്ച് US-ലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇസ്ലാമാബാദിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു വിശദീകരണങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ മധ്യസ്ഥത വഹിച്ചത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇതിനിടെ മറ്റൊരു ഒരു കാര്യം കൂടി, അതായത് ഈ പാകിസ്ഥാനിൽ നടന്ന ചർച്ചയിൽ ഈ ആണവ ആയുധ നിർമ്മാണത്തിലാണ് ഉടക്കിയത് എന്നാണല്ലോ പറയുന്നത്. ഇറാൻ പറയുന്നത് തങ്ങളുടെ ആണവ അവകാശമാണ് എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ഇറാന്റെ പ്രതികരണം ശ്രദ്ധേയമായത് അമേരിക്കയുടെ അമിതമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് വഴങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഈയിടയിൽ നിന്നുപോയ അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരുന്നുവല്ലോ, ഇടയ്ക്ക് ചില വയലേഷൻസ് ഉണ്ടായെങ്കിൽ പോലും. അപ്പോൾ അതേ സംബന്ധിച്ച് എന്താകും? ആ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോകുന്നു എന്നാണ്.
എൽദോ, ഇതിൽ ഈ യുദ്ധത്തിന്റെ ഭാവി സംബന്ധിച്ചുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും ഒരു ചോദ്യചിഹ്നത്തിൽ തന്നെയാണ്. അതായത് ഈ വെടിനിർത്തൽ അത് ഇനി മുന്നോട്ട് കൊണ്ടുപോകുമോ, ഇനി എത്ര നാളാകും ഇതിന്റെ കാലാവധി? നിലവിൽ ഇപ്പോൾ US-ഉം ഇറാനും തമ്മിലുള്ള ഒരു ധാരണ പ്രകാരം 2 ആഴ്ചയാണ് ഇതിന്റെ ഒരു കാലാവധിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് ഇനി ഒരു പെർമനന്റ് ആയിട്ട് ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമോ, അല്ലെങ്കിൽ ഇനി ചർച്ചകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി ഇനി ചർച്ചകൾ എന്ന് നടക്കും, ഈ ചർച്ചയുടെ ഭാവി എന്താണ് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് നിലവിലൊരു വിശദീകരണം ലഭിച്ചിട്ടില്ല. എന്തായാലും JD വാൻസിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകുന്നത് ഈ ചർച്ച വീണ്ടും പുരോഗമിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇറാൻ ഒരു നല്ല തീരുമാനമെടുക്കും എന്നതാണ് പ്രതീക്ഷ. ഈ ഇറാന്റെ മറ്റ് പ്രതികരണങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്നതാണ് JD വാൻസ് പറഞ്ഞത്. അതുകൊണ്ട് അജയ് തുടരുക. ഞാനിപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് കൂടി പോവുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇനി എന്ത് എന്നുള്ളതാണ് ചോദ്യം. ചർച്ച എന്താണെങ്കിലും പൊളിഞ്ഞു. ഇസ്ലാമാബാദിൽ അവിടെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ ഫലമില്ലാതെ JD വാൻസ് ഇപ്പോൾ അമേരിക്കയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇനി എന്ത്? അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാതലായ ചോദ്യം, ഇനി എന്ത്? ചർച്ചകൾ വലിയ പ്രതീക്ഷ ഉയർത്തിയെങ്കിലും ചർച്ചകളിൽ കാര്യമായ ഒരു തീരുമാനവും ഉണ്ടായില്ല. JD വാൻസും സംഘവും അമേരിക്കയിലേക്ക് മടങ്ങി, ഖലിബാഫും സംഘവും ഇറാനിലേക്കും മടങ്ങി. അതിനർത്ഥം ഇനി ചർച്ച ഉണ്ടാവില്ല എന്നതാണോ, അതോ വെടിനിർത്തൽ കാലാവധി തുടരുന്നിടത്തോളം കാലം, കാരണം 2 ആഴ്ചയാണ് വെടിനിർത്തൽ, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഇനി വരുന്ന ചൊവ്വാഴ്ച വരെ, ഇനി മറ്റന്നാളിന് ശേഷമുള്ള ചൊവ്വാഴ്ച വരെ ഉള്ള കാലാവധിയുണ്ട്. അതിനുള്ളിൽ ഒരുപക്ഷെ ഇനി ചർച്ചകൾ തുടരുമോ എന്നതാണ് ഇപ്പോൾ പറയുന്നത്. ഒരു സൂചനയാണെങ്കിൽ JD വാൻസ് പറഞ്ഞിരിക്കുന്നത് ചില സൂചനകൾ, ചില ഓഫറുകൾ തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തങ്ങൾക്ക് മുന്നോട്ട് വെക്കാവുന്ന പരമാവധി ഓഫറുകളാണിത്. അത് അംഗീകരിച്ച് ഇറാന് വേണമെങ്കിൽ യുദ്ധം ഒഴിവാക്കാം, അല്ല എങ്കിൽ ബലപ്രയോഗം എന്ന നിലയിലാണ് വെയിൽഡ് ഒരു ത്രെട്ട് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാവുന്ന രീതിയിൽ, കാരണം അടച്ചിട്ട മുറികൾക്കുള്ളിലെ നയതന്ത്ര ചർച്ചകളുടെ നെറ്റിക്രിറ്റീസ് ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളെ അപഗ്രഥിക്കുകയാണെങ്കിൽ ഈ ആണവ ചർച്ചയിൽ തന്നെയാണ് പ്രധാനമായും അമേരിക്ക കേന്ദ്രീകരിച്ചത്. ഏറ്റവും പ്രധാന വിഷയവും ആണവ ചർച്ച തന്നെയായിരുന്നല്ലോ. 2015 ഒരു സമഗ്രമായ ആണവ കരാറാണ് ഒബാമയുടെ നേതൃത്വത്തിൽ അമേരിക്ക ഇറാനുമായി ഏർപ്പെട്ടത്. അന്ന് അമേരിക്കയോടൊപ്പം തന്നെ റഷ്യയും ചൈനയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ തന്നെ സാക്ഷികളായ ഒരു സമഗ്രമായ കരാറാണ്. അതനുസരിച്ച് സമ്പുഷ്ടീകരണ അനുവാദം ഇറാൻ നൽകിയിരുന്നു. പക്ഷെ ആയുധ നിർമ്മാണത്തിനുള്ള ഒരു വലിയ സമ്പുഷ്ടീകരണമല്ല, മറിച്ച് 3.8% വരെ യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള അനുവാദം, അവകാശം ഇറാൻ അന്ന് നേടിയെടുത്തിരുന്നു. പക്ഷേ അതിനുശേഷം ഒരിക്കൽ പോലും ഒരു ഡയറക്റ്റ് ടോക്ക് ഉണ്ടായിട്ടില്ല. അത് 2015 2015 ശേഷം അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ നേർക്കുനേർ മുഖാമുഖം വന്നത് ഇപ്പോഴാണ്. കഴിഞ്ഞ വർഷം നടന്ന ചർച്ചകൾ 2025 നടന്നത് ഒരു സറഗേറ്റ് മെത്തേഡാണ്. ഒമാന്റെ പ്രതിനിധികളോട് അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷണറും സംസാരിച്ചു. അതോടൊപ്പം തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ആ പ്രതിനിധികളോട് സംസാരിച്ചു, ഒമാന്റെ പ്രതിനിധികളോട് സംസാരിച്ചു. അതല്ലാതെ നേരിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് വിവിധ റൗണ്ടുകളായി 5 റൗണ്ടുകളായി സംസാരമുണ്ടായി എന്നാണ്. 21 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മാരത്തോൺ ചർച്ചകളാണ്. ആദ്യം ഒരുപക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് സംസാരിച്ചിരിക്കാൻ സാധ്യത. വലിയ ഒരു ഡെലിഗേഷൻ തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും വന്നത്. 71 പേരടങ്ങുന്ന ഒരു വലിയ ജംബോ ഡെലിഗേഷൻ ഒരു പ്രത്യേക വിമാനത്തിൽ എത്തുകയാണ്. ആ വിമാനത്തിന്റെ ഒഴിഞ്ഞുകിടന്ന 71 പേർക്ക് ഉപരിയായി ഒഴിഞ്ഞുകിടന്ന സീറ്റുകളിൽ വളരെ പ്രതീകാത്മകമായി അവർ പ്രതിഷ്ഠിച്ചിരുന്നത് ബിനാഫിൽ വെച്ച് മരിച്ച 168 കുട്ടികളുടെ ചിത്രങ്ങളാണ്. അവരുടെ ബാഗുകൾ ഉൾപ്പെടെ സീറ്റിൽ അണിനിരത്തിക്കൊണ്ട് വൈകാരികമായ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇറാന്റെ പ്രതിനിധി സംഘം ഇസ്ലാമാബാദിലേക്ക് എത്തിയത്. അതേപോലെ തന്നെ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ധാരണകളോടെ തന്നെയാണ് എത്തിയത്. ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന ഒരു കടുംപിടുത്തം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത് പോലെ തോന്നി. കാരണം 2 കണ്ടീഷൻസ് അമേരിക്ക ഏതാണ്ട് അംഗീകരിച്ചതുകൊണ്ടാണ് ഒരു പരിധിവരെ ചർച്ചകൾക്ക് ഇറാൻ സമ്മതം മൂളിയത്. അതിലൊന്ന് ഇറാന്റെ ആസ്തികൾ, മരവിപ്പിക്കപ്പെട്ട ഇറാന്റെ ആസ്തികൾ, പ്രത്യേകിച്ച് ഖത്തർ ഉൾപ്പെടെയുള്ള $600 കോടി ആസ്തി. അതുപോലെ പല ഇടങ്ങളിലായി അമേരിക്ക ഇടപെട്ട് പല ബാങ്കുകളിലായി ഇറാന്റെ ആസ്തികൾ മരവിപ്പിക്കപ്പെട്ടത് റിലീസ് ചെയ്യും. ഉപരോധത്തിന് ചെറിയ ഇളവ് വരുത്തും. ഇത് രണ്ടും പൂർണ്ണമായി പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ചർച്ചകൾക്കുള്ള കണ്ടീഷൻ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഈ 2 കാര്യങ്ങൾ അമേരിക്കയ്ക്ക് ഒരുപക്ഷെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതൊരു കാര്യം. 2 യുദ്ധ സമാനമായ സാഹചര്യങ്ങൾ
ചുറ്റുപാടും ഒരുക്കിക്കൊണ്ട് ഗൺ പോയിന്റിൽ തന്നെയാണ് ചർച്ച നടന്നത് എന്ന് കാണാം. കാരണം അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ, അമേരിക്കൻ സേനാ വിന്യാസം വളരെ ശക്തമായി ഇറാന്റെ ചുറ്റും നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ചർച്ച ഒരു പുനരാക്രമണം നടത്തുന്നതിന് മുൻപുള്ള സമയം വാങ്ങിയെടുക്കൽ മാത്രമാണോ ഈ ചർച്ച എന്ന് ന്യായമായ സംശയം ഇറാനുണ്ട്. അത് മാത്രമല്ല, മുൻപ് നടന്ന 2 പ്രധാനപ്പെട്ട ചർച്ചകളിലും 2025 നടന്ന 5 റൗണ്ട് ചർച്ചകൾ അത് പരാജയപ്പെട്ടതുകൊണ്ടാണ് അവസാനം പരാജയപ്പെട്ടതെന്നല്ല, ഈ ആക്രമണ ഏകപക്ഷീയമായി നടക്കുകയാണ് ചർച്ചകൾക്കിടയിൽ 2025 ജൂണിൽ. അതുപോലെ 26 ഈ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന ചർച്ചകൾ ഫലവത്തായില്ല എന്നതും 3 റൗണ്ട് ചർച്ചകൾക്ക് ശേഷം, ജനീവ റൗണ്ട് ചർച്ചകൾക്ക് ശേഷം ആക്രമണത്തിലേക്ക് അമേരിക്ക നീങ്ങി എന്നതും ഒരു ദുഃഖകരമായ അനുഭവമായി ഇറാന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇറാൻ ഘടിപ്പിച്ച് തന്നെയാണ് വന്നത്. ആണവ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ആണവ കാര്യം ഒപ്പം ഹോർമുസ്, ഈ 2 കാര്യങ്ങളിൽ അമേരിക്കയുടെ ഈ നിയന്ത്രണം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. പക്ഷേ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടർ മുഹമ്മദ് വർഗീസ്, നമുക്ക് ഒരു കാര്യം ഏറെക്കുറെ ഉറപ്പല്ലേ, ഈ ആണവ കാര്യത്തിൽ ഇറാൻ ആ നിയന്ത്രണം കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കില്ല എന്നുള്ളത്. കാരണം അവർ പറയുന്നത് അവരുടെ ആണവ അവകാശം എന്നുള്ള ലൈനിലാണ്. തീർച്ചയായും ആണവ അവകാശം എന്ന് പറയുന്നത്, ഡിറ്ററൻസ് എന്ന് പറയുന്നത് ഒരു പ്രതിരോധ സംവിധാനമാണ്. മറ്റൊരു രാജ്യം ആക്രമിക്കപ്പെടാതിരിക്കണം എങ്കിൽ ആണവായുധം കൈവശം വെച്ചാൽ ഒരു ആണവ രാജ്യത്തെ മറ്റൊരു രാജ്യവും ആക്രമിക്കാനുള്ള സാധ്യതയില്ല. നോർത്ത് കൊറിയയ്ക്ക് ആ ഒരു ആണവ ഡിറ്ററൻസ് ലഭിച്ചു. അത് അത്ര സുഖകരമായ കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോകുന്ന രാജ്യമല്ല എങ്കിൽ പോലും ആണവ സാങ്കേതിക വിദ്യ വിനാശകാരിയാണ് എന്ന് സമ്മതിക്കാമെങ്കിൽ പോലും മറ്റൊരു രാജ്യത്തിന്റെ ആക്രമണം ഒഴിവാക്കാൻ ആണവ സാങ്കേതിക വിദ്യ, ആണവ ആയുധങ്ങൾ കൈവശമുള്ളത് സഹായിക്കുമെന്ന ഒരു ലളിതമായ യുക്തി. പക്ഷെ ഒരിക്കലും ഇറാൻ പരസ്യമായി പറഞ്ഞിട്ടില്ല തങ്ങൾ ആണവ സമ്പുഷ്ടീകരണം പോർമുനകൾ നിർമ്മിക്കാൻ വേണ്ടിയാണ്, ആണവ പോർമുനകൾ നിർമ്മിക്കാനാണ് എന്ന് ഒരിക്കൽ പോലും പരസ്യമായി പറഞ്ഞിട്ടില്ല. തങ്ങൾ സമാധാനപരമായ ആവശ്യത്തിനാണ്, ഊർജ്ജ ഉപാധി എന്ന നിലയിലാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അവിടെ ആണവ വിഷയത്തിൽ തട്ടിയാണ് തകർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹോർമൂസ് ഭാഗികമായി തുറന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇറാൻ പറയുന്നത് ഹോർമൂസ് ഒരു ചർച്ചയ്ക്ക് മുൻപ് തന്നെ ഞങ്ങൾ ഹോർമൂസ് പൂർണ്ണമായി തുറന്നിരുന്നു. പക്ഷെ അതിലെയുള്ള അതിക്രമിച്ച് കിടക്കുന്ന രീതിയിലുള്ള സൈനിക സന്നാഹങ്ങൾ, യുദ്ധക്കപ്പലുകൾ അതിലെ കടന്നു വരാൻ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. ഈ കഴിഞ്ഞ രാത്രി അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലുകൾ മൈനുകൾ നീക്കം ചെയ്യാൻ എന്ന രൂപത്തിൽ 2 ഡിസ്ട്രോയേഴ്സ് ഇവിടെ പ്രവേശിപ്പിക്കുകയും ഇറാൻ അവരെ തിരിച്ച് അയച്ചു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ. അതിനർത്ഥം ഒരു വശത്ത് സമാധാന ചർച്ച നടക്കുകയും മറുവശത്ത് രഹസ്യമായി അല്ലെങ്കിൽ ഏതാണ്ട് ധിക്കാരത്തോടു കൂടി തന്നെ ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്യുക എന്നത് ഇരട്ടത്താപ്പായി ഇറാൻ കണ്ടു. അതോടൊപ്പം തന്നെ ഈ ലെബനനിലേക്ക് ഇസ്രായേൽ നിരന്തരമായി നടത്തുന്ന ബോംബ് വർഷം, അതിഭീകരമായ ആക്രമണമാണ് ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കും ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്കുമൊക്കെ ഇസ്രായേൽ നടത്തുന്നത്. ഇതെല്ലാം ചേർത്തുകൊണ്ട് വേണം ലെബനൻ ഷുഡ് ബി എ പാർട്ട് ഓഫ് ദിസ് ഡീൽ എന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറല്ല, ഇസ്രായേൽ തയ്യാറല്ല. അതുകൊണ്ട് ഇസ്രായേലിനെ കൂടെ വരുതിക്ക് വരുത്തിയെങ്കിൽ മാത്രമേ അന്തിമമായ കരാർ ഉണ്ടാകൂ എന്നതാണ് വാസ്തവം. അതുകൊണ്ട് 2 ഭാഗത്തും കാര്യമായ ഒരു ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു റൗണ്ടാണ് ഇപ്പോൾ 21 മണിക്കൂർ റൗണ്ട് നടന്നത്. അതുകൊണ്ട് ഈ പൂർണ്ണമായ ഒരു മനസ്സുകളുടെ ഏകോപനം ഇല്ലാതെ ഈ മനസ്സോടെ നടക്കുന്ന ഒരു ചർച്ച എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ 2 കൂട്ടരും ഇതിലൊരു പരിസമാപ്തി ആഗ്രഹിച്ചില്ല. പാകിസ്ഥാൻ ഒരുപക്ഷെ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ടാവണം. പക്ഷെ പാകിസ്ഥാന്റെ മുഖം നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. വലിയ പ്രതീക്ഷകളോട് വന്ന് ഒരു 24 മണിക്കൂർ പോലും ലാസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് പ്രതിനിധി സംഘങ്ങൾക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു എന്ന് പറയുമ്പോൾ എന്തിനായിരുന്നു ഇത്രയും കോലാഹലം എന്ന് പൊതുവെ ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം 2 ഉത്തരങ്ങളാണുള്ളത്. ഒന്ന്, ഇനിയും സമയം അതിക്രമിച്ചിട്ടില്ല. ആദ്യ റൗണ്ട് അലസിപ്പിരിയുന്നത് ഒരു ചർച്ചയെ സംബന്ധിച്ചിടത്തോളം അസ്വാഭാവികമൊന്നുമല്ല. കടുംപിടുത്തങ്ങളാണ്, ഹോക്കിഷ് നിലപാടാണ് 2 കൂട്ടരും. ഈ ഏതെങ്കിലും കാര്യത്തിലെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും ചെറിയ ഒരു ധാരണ എത്തിയെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകൂ ചർച്ചകൾ. ഇവിടെ ഹോർമൂസിലും ആണവായുധങ്ങളിലും മിസൈലുകളും തട്ടി തകരുകയാണ് ചർച്ച. അതുപോലെ ഇറാൻ കടുംപിടുത്തം പിടിക്കുകയാണ്. ഇറാൻ ഹോർമൂസിലൂടെ കടത്തിവിടുന്ന കപ്പലുകൾക്ക് ചുങ്കം വേണം, ഹോർമൂസ് തങ്ങളുടെ നിയന്ത്രണ മേഖലയാവണം, അമേരിക്കൻ സേനാ താവളങ്ങൾ പശ്ചിമേഷ്യയിൽ നിന്നും മാറ്റണം. ഇതൊക്കെ പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അനുവദിക്കാവുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും 1-2 വിഷയങ്ങളിൽ ഉപരോധം മാറ്റുന്ന കാര്യത്തിലെങ്കിലും ഇറാനെതിരെയുള്ള ഉപരോധം ഭാഗികമായിട്ടെങ്കിലും നീക്കം ചെയ്യുന്ന കാര്യത്തിൽ ഒരു ധാരണയുണ്ടെങ്കിലും ഇറാനെതിരെയുള്ള ഇറാന്റെ ആസ്തികൾ മരവിപ്പിച്ച് തിരിച്ചു കൊടുക്കാനുള്ള ധാരണയുണ്ടായെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ സാധിക്കും. ഇത് 2 കൂട്ടരും പൂർണ്ണമായി കടുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ 2ാമത്തെ റൗണ്ട് നടക്കുകയാണെങ്കിൽ ഒരു ആഴ്ച സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ ഏകപക്ഷീയമായ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്നത് അപ്രസക്തമായി മാറും. അതുകൊണ്ട് 2 ആഴ്ച പിടിച്ചു നിൽക്കുകയും അതിനുള്ളിൽ ഇറാന് ചുറ്റും അതിശക്തമായ
സേനാ വിന്യാസം ഉണ്ടാവുകയും ഒരു കരയുദ്ധത്തിലേക്ക്, ഒരുപക്ഷെ നേരിട്ട് ഇറാൻ വൻകരയിലേക്കല്ല മറിച്ച് ഖാർഗ് ദ്വീപിലേക്കെങ്കിലും യുദ്ധം വ്യാപിപ്പിക്കുകയും അത് പിടിച്ചെടുത്തുകൊണ്ട് ഇറാനുമായി വിലപേശാം എന്നതാവാം ഒരുപക്ഷെ അമേരിക്ക എടുത്തത്. പക്ഷേ റഷ്യയോ ചൈനയോ ഇതിൽ പൂർണ്ണമായി നിസ്സംഗത പാലിക്കും എന്ന് ഉറപ്പിക്കാനാവില്ല. കാരണം അമേരിക്ക ഓൾറെഡി ചൈനയെ വാൺ ചെയ്തു കഴിഞ്ഞു. ചൈനീസ് കൺസൈൻമെന്റ് ഓഫ് വെപ്പൺസ് ആൻഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഇറാനിൽ എത്തിയതായി ആണ് റിപ്പോർട്ട്. കൂടുതൽ ബാച്ചുകൾ വരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ലോജിസ്റ്റിക്കൽ അറേഞ്ച്മെന്റ് ചൈനയുമായി ഇറാൻ ഒരുക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് ചൈന ആക്റ്റീവായി രംഗത്ത് വന്നില്ല എങ്കിൽ പോലും അമേരിക്കയെ ലേശം വിറളി പിടിപ്പിക്കുന്ന ഒരു നീക്കമാണ് ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ചർച്ച നടത്തുന്നത് തന്നെ ചൈനയ്ക്കും കൂടെ സ്വീകാര്യമായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാനിൽ ചർച്ച നടത്തിയത് തന്നെ ഇറാന് സ്വീകാര്യമായി. അത് ചൈനയുടെ ഒരു അദൃശ്യമായ കരം അവിടെ ഉണ്ട് എന്നതാണ്. അതുപോലും ഇപ്പോൾ പരാജയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത്ര ശുഭസൂചകമല്ല കാര്യങ്ങൾ. ശരി, താങ്ക് യു സോ മച്ച്. ഡോക്ടർ മോഹൻ വർഗീസ് ആണ് അതിൻ്റെ വിലയിരുത്തലുകൾ നടത്തിയത്. അജയ് തുടരുന്നുണ്ട്. അജയ്, ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലെ ഇനി എന്തൊക്കെ അനുരണനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇനി എന്ത് എന്നുള്ളതിന് ഇപ്പോഴും പല ചോദ്യങ്ങളിലും ഉത്തരവില്ല. ഈ ഹോർമുസിൻ്റെ നിയന്ത്രണം അത് വിട്ടു നൽകില്ല ഇറാൻ, ഭാഗികമായി തുറന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ പോലും. പക്ഷേ സമാധാന ചർച്ച നടക്കുന്നു, ഒപ്പം തന്നെ അവിടെ യുദ്ധക്കപ്പലുകളെ അയക്കുന്നു അമേരിക്ക. അങ്ങനെ വല്ലാത്ത തോതിൽ ആ അശാന്തി നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഇനിയൊരു ചർച്ചയുടെ സാഹചര്യം എന്താണ്? കാരണം ഇനി ഈ 2 ആഴ്ചത്തെ വെടിനിർത്തൽ എന്ന് പറഞ്ഞു, അത് ഇനി ഒരാഴ്ച. അപ്പോൾ ഈ മാരത്തൺ ചർച്ചയൊക്കെ ഏറെക്കുറെ ഫലമില്ലാതെ പൂർത്തിയാകുമ്പോൾ എങ്ങോട്ടാണ് ഈ സാഹചര്യം പോകുന്നത് എന്നുള്ള ആശങ്കയ്ക്ക് എന്താണ് മറുപടി? തീർച്ചയായിട്ടും ഇപ്പോൾ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇറാനും ഇടയിൽ നിലനിൽക്കുന്ന ഈ ആശങ്കാപരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് പുറമെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു ഭീഷണി എന്ന് പറയുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം അദ്ദേഹം പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ ഇറാൻ്റെയും അതുപോലെ തന്നെ മറ്റ് സഖ്യകക്ഷികളായിട്ടുള്ള യമൻ, അതുപോലെ ലെബനൻ തുടങ്ങിയ അതുപോലെ ഇറാഖ്, ഇവയുടെ എല്ലാം മാപ്പ് പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ചില ഇസ്രായേലിന് നേരെ ഉള്ള ചില ഭീഷണികൾ വിശദീകരിക്കുകയായിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇറാനും അതുപോലെ തന്നെ അവരുടെ സഖ്യകക്ഷികളും തങ്ങളെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയാണ്, എന്നാൽ തങ്ങൾ ഇപ്പോൾ അവരെ തിരിച്ച് ശ്വാസം മുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിവെച്ച സൈനിക നടപടികൾ അത് ഇനിയും തുടരും എന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അതായത് ഇതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ലെബനന് നേരെ നടക്കുന്ന തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ തീർച്ചയായിട്ടും ഇനിയും ഇറാനെതിരെയും പ്രതീക്ഷിക്കാം എന്നത് തന്നെയാണ്. ഇപ്പോൾ ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അമേരിക്കയുടെ ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇസ്രായേലും അത്തരം ആക്രമണങ്ങൾ അവസാനിപ്പിച്ചത്. പക്ഷേ ലെബനിലേക്ക് ഇപ്പോഴും ആക്രമണങ്ങൾ സജീവമായി നടക്കുന്നുമുണ്ട്. അപ്പോൾ ഇറാനിലേക്ക് ഇപ്പോൾ നിർത്തിവെച്ചിരുന്ന ആ ആക്രമണങ്ങൾ തുടരും എന്നതാണോ ബെഞ്ചമിൻ നെതന്യാഹു ഇത് വെച്ചുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നത് ഇവിടെ പ്രസക്തവുമാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇസ്ലാമാബാദിൽ നടന്നുകൊണ്ടിരുന്ന ഈ സമാധാന ചർച്ചകൾ കൂടി പരാജയപ്പെടുകയുണ്ടായത്. അപ്പോൾ ഈ സമാധാന ചർച്ചകൾ കൂടി പരാജയപ്പെട്ടത് കാരണം ഇസ്രായേൽ ഒരു ആക്രമണത്തിന് മുതിരുമോ എന്നതും ഇവിടെ ഒരു ചോദ്യമാണ്. അങ്ങനെ മുതിരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ ഹോർമുസ് കടലിടുക്കിന്റെ വിഷയത്തിൽ ചിലപ്പോൾ കുറച്ചുകൂടി കടുത്ത നിലപാട് സ്വീകരിച്ചേക്കാം. ഇപ്പോൾ IRGC കൂടുതൽ നിയന്ത്രണങ്ങളിലൂടെയാണെങ്കിലും മേഖലയിലൂടെ കപ്പലുകളെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ എണ്ണത്തിൽ കുറവാണെങ്കിലും കപ്പലുകൾ ഇപ്പോൾ ഹോർമുസ് കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇത്രയധികം ഈ ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് പോലെയുള്ള കടുത്ത നിലപാട് ഇറാനെതിരെ ഇനി സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ധാരണയായിട്ടുള്ള ഹോർമുസ് വിഷയത്തിലാണെങ്കിലും മറ്റ് പല വിഷയങ്ങളിലുമുള്ള ധാരണ തെറ്റിച്ചുകൊണ്ട് ഇറാൻ ഒരു കടുത്ത സൈനിക നീക്കത്തിലേക്ക് കടക്കാം. അങ്ങനെയാണെങ്കിൽ അത് അമേരിക്കയ്ക്കും തീർച്ചയായിട്ടും ഒരു തലവേദനയാണ്. അതുകൊണ്ട് ഇസ്രായേൽ ഒരു നീക്കത്തിന് മുതിരുന്നതിന് മുൻപേ അമേരിക്കയും ഇറാനും തമ്മിൽ അടുത്ത ഘട്ട ചർച്ചകൾക്കുള്ള ഒരു ധാരണയാക്കാൻ തന്നെയായിരിക്കും ഇനി രണ്ട് പക്ഷത്തിൻ്റെയും ഒരു നീക്കമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ട്രംപിൻ്റെ വാക്കുകളിൽ നിന്ന് വെളിവാകുന്ന ഒരു കാര്യം, അത് ഈ ചർച്ചകളിൽ എന്ത് തന്നെ ആയാലും US വിജയിച്ചു കഴിഞ്ഞു. ഈ ചർച്ചയിലൂടെ ഹോർമുസിൻ്റെ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഹോർമുസിൻ്റെ കാര്യം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഇറാൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. IRGCയുടെ ഒരു മാർഗനിർദ്ദേശങ്ങളിലൂടെയാണ് അവിടെ കപ്പലുകൾ യാത്ര ചെയ്യുന്നതും. അതുകൊണ്ട് ഈ ഹോർമുസിൻ്റെ വിഷയം അത് ഒരു പൊതു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ അമേരിക്ക
അമേരിക്കയ്ക്ക് സാധിക്കുമോ എന്നുള്ളതും തീർച്ചയായിട്ടും ഒരു ചോദ്യമാണ്. അതുപോലെ ഈ ആണവ വിഷയം അത് ഇറാൻ ഒരിക്കലും ഒരു വിട്ടുവീഴ്ച ചെയ്യാത്തതും അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയാണ്. ഇനി ഈ 2 ആഴ്ച സമയപരിധിക്കുള്ളിൽ അമേരിക്ക ഇപ്പോഴും അവിടെ മേഖലയിൽ നിന്ന് അവരുടെ കപ്പലുകളെ ആണെങ്കിലും സൈനികരെ ആണെങ്കിലും പിൻവലിച്ചിട്ടില്ല. അത് ഈ സമാധാന ചർച്ചകൾ ഫലവത്താകുന്നത് വരെ മേഖലയിൽ ഈ സൈനിക നീക്കം തുടരും എന്നതാണ് ട്രംപ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു ആക്രമണമല്ലെങ്കിലും സൈനികരുടെയും അതുപോലെ തന്നെ യുദ്ധക്കപ്പലുകളുടെ സജീവ സാന്നിധ്യം പശ്ചിമേഷ്യയിൽ ഉണ്ടാകും എന്ന് ട്രംപ് പറയുന്നു. അപ്പോൾ കൂടുതൽ സൈനികരെ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഒരു കരയുദ്ധം അല്ലെങ്കിൽ ഒരു ആക്രമണത്തിലേക്ക് US ഈ 2 ആഴ്ച കാലയളവിനുള്ളിൽ മുതിരുമോ എന്നതും നമുക്കിവിടെ ചോദ്യമാണ്. തീർച്ചയായിട്ടും ഈ കരാറിൽ ഈ ഒരു സമാധാന ചർച്ചയിൽ ധാരണയാകാത്തത് യുദ്ധത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്കിലും യുദ്ധത്തിൻ്റെ ഭാവിയിലും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. റൈറ്റ്, അജയ് സുധാബിജു ആണ് വിവരങ്ങളുമായി ചേർന്നത്. എന്താണെങ്കിലും യുദ്ധ സാഹചര്യം അതിന് അറുതി വരുന്നില്ല. എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവുക, എന്തായിരിക്കും സംഭവിക്കുക, ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും അവശേഷിക്കുന്നു. എന്നാണെങ്കിലും ചർച്ച പരാജയപ്പെട്ടു, അമേരിക്കൻ സംഘം മടങ്ങി. അനാവശ്യമായിട്ടുള്ള കടുംപിടുത്തം. അധ്യാപകരുടെ പീഡനം സംബന്ധിച്ച നിതിൻ രാജ് പറയുന്ന ശബ്ദ സന്ദേശം പുറത്ത്. അധിക്ഷേപത്തെക്കുറിച്ച് സഹപാഠികളോട് പറയുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ഇന്നലെ കുറേ നടന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ ഇതിൽ നിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്ത് യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു, സെയിം ടു യു എന്ന് പറഞ്ഞു, ഒത്തുക്കി തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള. അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരുമോ. ഞാൻ പറഞ്ഞു സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സംഗീത മാം എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ അജീഷ മാം പറഞ്ഞു നിതിൻ കൂളെന്ന് പറഞ്ഞു. ഇല്ല ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നിതിനെ നീ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാവരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. എടാ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാൻ ഒന്നിനു വേണ്ടിയിട്ടില്ലായിരുന്നു. ഇന്നലെ ശരിക്കും നിങ്ങളെന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. അതുപോലെ എന്താ ഇൻസൾട്ട് ഓക്കെ ഞാൻ ക്ഷമിച്ച്, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, ഒറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ചിടന്ന് ചെയ്യിക്കുന്നു. അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ് ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കണം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു ക്ലാസ്സിൽ 199 പേരും തൻ്റെ അടിമയായിരിക്കും. എന്തായാലും അതല്ല, ഞാൻ നിങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ടുള്ളൂ, ഞാൻ സാറ് ഇന്നലെ വിളിച്ചിട്ടേ അല്ല. താൻ വിഡ്ഢിയാണെന്ന് അധ്യാപകൻ പറഞ്ഞു. സ്റ്റാഫ് റൂം കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലമാണ്. അമ്മയെ കളിയാക്കി സംസാരിച്ചു. ഇന്റേണൽ മാർക്ക് കുറച്ചത് കുടുംബത്തിന് സർപ്രൈസ് നൽകാനാണെന്ന് പറഞ്ഞു. സഹപാഠികൾക്കിടയിൽ വെച്ച് നിരന്തരം അപമാനിച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ശബ്ദ സന്ദേശത്തിലുള്ളത്. ഇതിൻ്റെ മൃതദേഹം എന്നാലും തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തിച്ചു ഇന്ന് രാവിലെ. സംഭവത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവരെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങൾ നൽകും. സാരംഗ്, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അവൻ നേരിട്ട ക്രൂരമായിട്ടുള്ള സാഹചര്യത്തെയാണ് ആ ശബ്ദ സന്ദേശത്തിൽ അവൻ വിവരിക്കുന്നത്. സ്റ്റാഫ് റൂമിൽ കൂട്ടമായി അധിക്ഷേപിക്കുക, വിഡ്ഢിയെന്ന് വിളിക്കുക, കൈയും കാലും വെട്ടുമെന്ന് പറയുക, ഭീഷണിയും എല്ലാം ഉണ്ട് ഇതിൽ. അപ്പോൾ ആ കുടുംബം എന്താണോ ഉന്നയിക്കുന്നത്, എന്താണ് അവൻ നേരിട്ടതെന്ന് ആ കുടുംബം കരുതുന്നത്, അത് സാധൂകരിക്കും വിധത്തിലാണല്ലോ ശബ്ദരേഖ. എൽദോ തീർച്ചയായും, കാരണം കുടുംബം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് അടക്കം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ശബ്ദരേഖ അതുമായി ഒത്തുപോകുന്ന ഒന്ന് തന്നെയാണ്. കാരണം സഹോദരിയോടും കുടുംബത്തോടും അവിടെ നേരിടുന്ന വലിയ രീതിയിലുള്ള പീഡനങ്ങളെക്കുറിച്ച് നിതിൻ ഇതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ ഒരു പ്രശ്നം കാരണം 1 മാസത്തോളം നിതിൻ കോളേജിൽ നിന്നും വീട്ടിൽ വന്ന് നിൽക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കുടുംബാംഗങ്ങളുടെ മാതാപിതാക്കളുടെ അടക്കം നിർബന്ധപ്രകാരമായിരുന്നു അങ്ങോട്ട് മടങ്ങി പോവുകയും ചെയ്തത്. പക്ഷേ ഇതിൽ യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല. ഇതിനൊപ്പം തന്നെ പലതവണ, അതായത് HOD
ഈ ആരോപണ വിധേയനായ റാം എന്ന ഡോക്ടറെ പിതാവ് വിളിച്ചിരുന്നു. മറ്റൊരു ആവശ്യത്തിന് വേണ്ടി വിളിച്ച സമയത്ത് വളരെ മോശമായി പെരുമാറി എന്നടക്കം, അതായത് സംസാരിച്ചു എന്നടക്കം പിതാവ് കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിച്ചതാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിതിൻ എന്നത് അവിടെ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുടെ അവസാനത്തെ ഇര എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം വിദ്യാർത്ഥികൾക്ക് നേരെ സാധാരണ രീതിയിൽ സീനിയേഴ്സ് പ്രയോഗിക്കുന്ന പല രീതികളും അത് അവിടുത്തെ ജീവനക്കാരും അധ്യാപകരും അടക്കം ഉപയോഗിക്കുന്നു. മാനസികവും ശാരീരികവുമായി വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നു, മാത്രമല്ല അവരെ പീഡിപ്പിക്കുന്നു, അനാവശ്യമായ സമ്മർദ്ദം അവരിലേക്ക് എത്തിക്കുന്നു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് നേരിടുന്നത്. മാത്രമല്ല പിതാവും സഹോദരിയും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഈ ഒരു വിഷയത്തിൽ, സമാനമായ ഒരു വിഷയത്തിൽ തന്നെ ഈ ഒരു ഡോക്ടർ ഇതിനു മുൻപ് ആരോപണ വിധേയനായ ഡോക്ടർ സസ്പെൻഷൻ നേരിട്ടിരുന്നു. വീണ്ടും ഇവിടേക്ക് വന്ന് വലിയ രീതിയിൽ ഇതേ സ്വഭാവം തന്നെ വീണ്ടും വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് കാണിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ ഒരു വാർത്തയുടെ ഒരു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സമാനമായ സംഭവങ്ങൾ നിരവധിയായി നടക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്, ഡെന്റൽ മെഡിക്കൽ കോളേജാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അവിടെ വെച്ച് നടക്കുന്ന പല സംഭവങ്ങളും പുറം ലോകം അറിയുന്നില്ല, അതായത് പുറത്തേക്ക് വരുന്നില്ല. കാരണം ഭാവി തുലാസിലാകുമെന്നൊരു പേടി വിദ്യാർത്ഥികൾക്കുണ്ട്. മാത്രമല്ല 5 വർഷത്തോളം അവിടെ പഠിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ ഗുരുതരമായി പുറത്തേക്ക് വരുമ്പോൾ മാത്രമേ ഇങ്ങനെ അത് സമൂഹത്തിൽ ചർച്ചയാകുന്നുള്ളൂ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത് തന്നെയായാലും ഈ ഒരു മരണത്തിൽ പോലീസ് അസ്വാഭാവികമായ ഒരു മരണത്തിന് കേസ് എടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു മരണം നടക്കുന്നതിന് തൊട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അടക്കം സഹോദരിയുമായി വിളിച്ച് സംസാരിച്ചിരുന്നു. മെസ് ഫീസ് അടക്കാനുള്ള പൈസ വാങ്ങിയിരുന്നു. മാത്രമല്ല നാട്ടിലേക്ക് വരാനുള്ള ട്രെയിൻ ടിക്കറ്റും ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഈ ഒരു മരണത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ് എന്നതിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. അത് ആത്മഹത്യ തന്നെയെന്നാണ് പോലീസിൻ്റെ ഇപ്പോഴുള്ള നിഗമനം. എന്ത് തന്നെയായാലും അതിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ വകുപ്പ് തല നടപടികൾക്ക് അടക്കം കടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ആഭ്യന്തര കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഈ ഒരു മരണമടക്കം അന്വേഷിക്കാൻ. ഇത്തരത്തിലുള്ള, അതായത് നിതിൻ നേരിടുന്ന പല പ്രശ്നങ്ങളും പ്രിൻസിപ്പാളുടെ അടുത്തേക്ക് എത്തുകയും അതിൽ പ്രിൻസിപ്പൽ ഇടപെടുകയും ചെയ്തിരുന്നു എന്നാണ് പിതാവ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അപ്പോൾ വീണ്ടും തുടർച്ചയായി ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, മരണത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഈ ഒരു സസ്പെൻഷനിലേക്ക് മാത്രം എത്തുന്നത് എന്നുള്ള ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. കാരണം വിദ്യാർത്ഥികൾ ഇങ്ങനെ പ്രശ്നം നേരിടുമ്പോൾ അതിൽ ഇടപെടേണ്ട അധികാരികളടക്കം കണ്ണടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ കൂടുതൽ നടപടികൾ എടുക്കുന്നത് വരെ കുടുംബം ഇതിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ മറ്റ് പശ്ചാത്തലങ്ങൾ, അതായത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിതിൻ നേരിട്ടിരുന്നോ, അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഒരു മരണത്തിലേക്ക് എത്തിയത് എന്ന കാര്യം ഇനിയും വ്യക്തമല്ല. എന്ത് തന്നെയായാലും പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കുടുംബം DGPക്ക് പരാതി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എൽദോ സാരംഗൊക്കെ എന്താണെങ്കിലും നിതിൻ്റെ മൃതദേഹം ഇന്ന് രാവിലെ അവിടെ വീട്ടിലെത്തിച്ചുവല്ലോ. ഈ സംസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതിൻ്റെ നടപടികൾ എപ്പോഴാണ് ആരംഭിക്കുക? എൽദോ കഴിഞ്ഞ ദിവസമായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ, പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ഇന്ന് രാവിലെ 7 മണിയോട് കൂടിയാണ് ഇവിടേക്ക്, അതായത് ആര്യനാടുള്ള വസതിയിലേക്ക് എത്തിച്ചത്. ഇന്ന് ഈ ഒരു അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം മിനിഞ്ഞാന്നാണ് മരണം സംഭവിച്ചത്. പിന്നീട് ഇവിടെ നിന്നും കുടുംബാംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്താനുള്ളൊരു സമയം എടുത്തിരുന്നു. അതിനുശേഷം മാത്രമായിരുന്നു ഇൻക്വസ്റ്റും ഒപ്പം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് അടക്കം കടന്നത്. ഇന്ന് തന്നെ മറ്റ് സംസ്കാര ചടങ്ങുകളും മറ്റും ഉണ്ടാകും. നമുക്കറിയാം ഇതിൻ്റെ വീട്ടിൽ ഏക മകനാണ്, അതായത് മറ്റ് 2 സഹോദരിമാരുണ്ട്. അവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് പോയതാണ്. ഇപ്പോൾ അവസാന അത്താണിയായിട്ടുള്ള മകനാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വേദനയിലാണ് കുടുംബം ഇപ്പോഴുള്ളത്. തന്നെയായാലും ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എൽദോ, നിതിൻ രാജിൻ്റെ ശബ്ദ സന്ദേശമാണ് ആദ്യം കേട്ടത്. അതിൽ അവൻ പറയുന്നത് ആ സ്റ്റാഫ് റൂമിൽ വെച്ച് കൂട്ടാധിക്ഷേപമാണെന്നാണ്. കൂട്ടാധിക്ഷേപം എന്ന് പറയുന്നു. അതിൽ ഒരു വ്യത്യാസവുമില്ലാതെ കൂട്ടമായിട്ട് ആക്രമിക്കാൻ വേണ്ടിയുള്ള മുറിയുണ്ടല്ലോ, അതാണല്ലോ സ്റ്റാഫ് റൂം എന്നാണ് അവൻ പറയുന്നത്. നമുക്ക് എന്നാലും നിതിൻ്റെ ശബ്ദ സന്ദേശമാണ് നമ്മൾ നേരത്തെ കേട്ടത്. ഇനി നിതിന് നേരെ ഗുരുതരമായിട്ടുള്ള ജാതി അധിക്ഷേപം ഉണ്ടായി എന്നാണ് അവൻ്റെ സഹോദരി നിഖിത പറയുന്നത്. തെരുവ് പട്ടി എന്ന് വിളിച്ചു, എഴുത്തും വായനയും അറിയില്ല എന്ന് അധിക്ഷേപിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് നിതിൻ താഴേക്ക് വീണത്. അവിടെ പോവേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നും ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്നും സഹോദരി ആവശ്യപ്പെട്ടു. ഉഴുത്ത പട്ടി, പേപ്പട്ടി, കറുപ്പിന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ നിനക്ക് വായിക്കാനും എഴുതാനും അറിഞ്ഞൂടേടാ, നീ എവിടെ പഠിച്ചത്? ഇതിനകത്ത് നീ ഇത് ഓരോ സ്റ്റുഡൻസിന്റെ കയ്യിലും ആ പേപ്പർ മാറി, അതായത് ഇവ എഴുതിയ പേപ്പർ മാറി മാറി കൊടുത്തിട്ടാണ് കിടന്ന് ക്ലാസ്സിൽ മൊത്തം ചിരിക്കാത്ത പിള്ളേർ ഇയാൾ അടിക്കും. അങ്ങനെ അയാൾ അവിടെ കിടന്ന് പിള്ളേർ ചിരിക്കണം, ചിരിക്കാത്ത കുട്ടികൾ ഇയാൾ അടിക്കും. ലതാ മാമും അതായത് ബിയാട്രിസ് മാം മെഡിക്കൽ കോളേജിലാണ്. ഇവർ രണ്ടുപേരും നല്ലപോലെ നിർബന്ധിച്ചായിരുന്നു മോൻ അങ്ങോട്ട് വരാൻ വേണ്ടി, നല്ല രീതിക്ക് നിർബന്ധിച്ച്. അതിന് സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് അയച്ചു തന്നത്.
അവരുടെ കുടുംബവും അവൻ പറഞ്ഞ വാക്കുകളുമൊക്കെ വിശ്വസിച്ചുകൊണ്ട് പറയട്ടെ, ഒരു തരത്തിലും ഒരു സ്ഥാപനത്തിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകരുത്, ഒരു വിദ്യാർത്ഥിയും ഇത്തരം സാഹചര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് അനുഭവിക്കേണ്ടി വരരുത് എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. ഭരണപ്രതീക്ഷയിൽ മുന്നണികൾ. തുടർ ഭരണ സാധ്യതയും വോട്ടിംഗ് ട്രെൻഡും പരിശോധിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. മണ്ഡലം കമ്മിറ്റികളും ജില്ലാ ഘടകങ്ങളും നൽകിയ പ്രാഥമിക അവലോകന റിപ്പോർട്ട് യോഗം ചർച്ച ചെയ്യും. ഇത് വിശദമായി പരിശോധിച്ചാകും തുടർ ഭരണ സാധ്യത CPM വിലയിരുത്തുക. നേരിയ മാർജിനിലാണെങ്കിലും ഭരണ തുടർച്ച ഉണ്ടാകും എന്നായിരുന്നു ഇന്നലെ ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ വിലയിരുത്തൽ. മുഖ്യമന്ത്രി ആരാകുമെന്നതിലെ ചർച്ചകളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പുമായി ഹൈക്കമാൻഡ്. അനവസരത്തിൽ ചർച്ചകൾ വേണ്ട. തെരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പത്തിന് വഴിവെക്കരുത്. അനാവശ്യ ചർച്ചകൾ വോട്ടർമാർക്കിടയിൽ അവമതിപ്പുണ്ടാക്കുമെന്നും ഹൈക്കമാൻഡ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, ഫലമൊന്നും വന്നിട്ടില്ല. മെയ് 4-ാം തീയതിയാണ്. ഒരു മാസക്കാലം ഇനി ഏറെക്കുറെ ബാക്കിയുണ്ട്. അപ്പോഴേക്കും തുടങ്ങിയിട്ടുണ്ട് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതിൽ ചർച്ചയും സംസാരങ്ങളുമൊക്കെ. ഇപ്പോൾ KC ജോസഫ് ഉൾപ്പെടെ അതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഹൈക്കമാൻഡ് സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? ഇതിൽ ഒരു തരത്തിലും ഇനി മിണ്ടിപ്പോകരുത് എന്നാണോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് സൈബർ ഇടങ്ങളിൽ അടക്കം വലിയ തരത്തിലുള്ള പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പ് ഒറ്റക്കെട്ടായാണ്, നേതൃത്വം ഒറ്റക്കെട്ടായാണ് നയിച്ചത്. അതുകൊണ്ട് തന്നെ കൂട്ടായ നേതൃത്വമാണ് ആ കാര്യത്തിൽ ഒരു ഫലം അനുകൂലമായി മാറിയാൽ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന പോലെ വലിയൊരു വിജയമുണ്ടായാൽ അത് കൂട്ടായ നേതൃത്വത്തിൻ്റെ ക്രെഡിറ്റാണ് എന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലേക്കോ അവകാശവാദങ്ങളിലേക്കോ ഒന്നും
കടക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം തുടക്കമിട്ടിരിക്കുന്ന ചർച്ചകൾ അനഭിലഷണീയമാണ്. അത് തെറ്റായ പ്രവണതയാണ്. അത് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പത്തിന് വഴിവെക്കും. അത് ജനങ്ങൾ വിശ്വസിച്ചാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ തുടർഭരണത്തിലുള്ളൊരു സാഹചര്യം ഒരുക്കുന്നത്. അതുകൊണ്ട് അതിനുള്ളൊരു നീതി നിഷേധമായി അല്ലെങ്കിൽ അതിൽ പൊതുജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമായി ഇത്തരം ചർച്ചകൾ മാറാൻ പാടില്ല എന്നൊരു നിലപാടിലേക്കാണ് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം കോൺഗ്രസിൻ്റെ ഉന്നത ബോഡിയായ അതായത് ഹൈക്കമാൻഡ് അതുമായി ബന്ധപ്പെട്ട് വിശദമായ യോഗം നടത്തിയതിനു ശേഷം MLA-മാരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് സാധാരണയായി ഏത് തരത്തിലാണോ പാർലമെന്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കുന്നത് അത് MLA-മാരിൽ ഭൂരിപക്ഷം കിട്ടുന്ന ആൾക്ക് അത്തരത്തിൽ തിരഞ്ഞെടുക്കുന്ന ഒരു പതിവാണ് കോൺഗ്രസിൻ്റേത്. അതിനുശേഷം ഹൈക്കമാൻഡിൻ്റെ അനുമതിയോടെ ആയിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. അതിനപ്പുറത്തേക്ക് സൈബർ ഇടങ്ങളിൽ അത്തരം ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നതോ അല്ലെങ്കിൽ പോർവിളികൾ നടത്തുന്നതോ അവകാശവാദത്തിനായി അല്ലെങ്കിൽ ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ട് പോർവിളികൾ നടത്തുന്നതൊന്നും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. അത് സംബന്ധിച്ച കൃത്യമായ നിർദ്ദേശം എല്ലാ മുതിർന്ന നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ പരസ്യ നിലപാടുമായി ഇത്തരത്തിൽ നടക്കുന്ന ചർച്ചകൾക്കെതിരെ പരസ്യ നിലപാടുമായി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ രംഗത്തെത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. ഈ ഫലം വരുന്നതുവരെ അത്തരം ചർച്ചകളിലേക്കോ അത്തരം പ്രചാരണങ്ങളിലേക്കോ പ്രവർത്തകരോ നേതാക്കളോ കടക്കരുതെന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിരിക്കുന്നത്. റൈറ്റ്, കൃത്യമായിട്ടുള്ള നിർദ്ദേശമാണ്. കാര്യമായിട്ട് ഇത്തരം സംസാരങ്ങൾ വേണ്ട എന്നുള്ള താക്കീത് നൽകുകയാണ് അവിടെ ഹൈക്കമാൻഡ്. ഡാൻ കുര്യനാണ് ചേർന്നത്. മുഹമ്മദ് ഷിയാസിനെ തള്ളി കെ ബാബു. ജില്ലയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവണമെന്ന പ്രസ്താവന അപക്വമായി പോയെന്ന് കെ ബാബു പറഞ്ഞു. എല്ലാ ജില്ലക്കാർക്കും അവിടെ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവണമെന്ന ആഗ്രഹമുണ്ടാകും. ഇപ്പോൾ അത്തരം ചർച്ചകളുടെ ആവശ്യം ഇല്ല എന്നും മുഖ്യമന്ത്രി ആരെന്ന് പറയാൻ താൻ യോഗ്യനല്ല എന്നും കെ ബാബു. ഈ മുഖ്യമന്ത്രി ആരാന്നാണ് പറയാൻ ഞാൻ ഒരു തരത്തിലും ആളല്ല, ചുമതലപ്പെട്ട ആളുമല്ല. അതിൻ്റെ 7 അയലക്കത്ത് പോലും എത്തുന്ന ഒരാളല്ല ഞാൻ. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ഒട്ടും ശരിയല്ല. എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. യഥാർത്ഥം പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ഒരു ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമാണ് UDF ജയിക്കാൻ വലിയ സാധ്യതയുണ്ടെങ്കിലും അങ്ങനൊരു ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. പിന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ആരെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതിൽ കവിഞ്ഞ് കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെ ചർച്ച ഉണ്ടാകുകയില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളൊരു ചർച്ച നടത്തി അന്തരീക്ഷം മോശമാക്കുന്നത് ഒട്ടും ആശാസ്യമല്ല. റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ 3 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന കേസിൽ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറെന്ന കൊച്ചി മേയർ VK മിനിമോൾ. വ്യക്തിവൈരാഗ്യമാണ് ആരോപണത്തിന് പിന്നിലെന്നും മേയർ ന്യൂസ് 18 പറഞ്ഞു. പാലാരിവട്ടം ഡിവിഷൻ കൗൺസിലറായി ആയിരിക്കെ 2018-2019 കാലയളവിൽ റോഡ് നിർമ്മാണത്തിനായി സ്വന്തം അക്കൗണ്ടിൽ 3 ലക്ഷം രൂപ വാങ്ങിയെന്നും എന്നാൽ പണി നടത്തിയത് കോർപ്പറേഷന്റെ ചിലവിലാണെന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ആദ്യം മിനിമോളുടെ പ്രതികരണത്തിൽ. ഈ അഴിമതി ആരോപണത്തിൽ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 3 ലക്ഷം രൂപ ഞാൻ നോട്ടീസ് അയച്ച് മേടിച്ചു എന്നാണ് പറയുന്നത്. അഴിമതി ചെയ്യാനാണെങ്കിൽ നോട്ടീസ് അയച്ച് പൊതുയോഗം വിളിച്ചുകൂട്ടി മിനിറ്റ്സ് ഉണ്ടാക്കി വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഒരു റോഡിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു പ്രശ്നം 10-12 വർഷമായിട്ടുള്ള ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള അസോസിയേഷൻ ഭാരവാഹികൾ, അന്ന് ഉണ്ടായിരുന്ന അസോസിയേഷൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ആ റോഡിന് ഇരുവശവും താമസിക്കുന്ന ആളുകളുടെ ആവശ്യപ്രകാരം ഒരു മധ്യസ്ഥ എന്ന രീതിയിൽ നിന്നിട്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. അവിടുത്തെ ആളുകൾക്ക് ആ വിവരങ്ങൾ കൃത്യമായിട്ട് അറിയാം. അതിനുശേഷം 2 പ്രാവശ്യം ഞാനവിടെ ഇലക്ഷൻ മത്സരിച്ചപ്പോഴും ഇതേ ആളുകൾ വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിനും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിനൊക്കെ ഇതുപോലത്തെ ആരോപണങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. 2 പ്രാവശ്യം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നേരിടാനും തയ്യാറാണ്. കാരണം നമ്മൾ വെറുതെ ഇരിക്കുകയല്ല. സ്വാഭാവികമായി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയപരമായി നമ്മളെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളുടെ ശ്രമങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നേരിടാൻ തന്നെയാണ് തീരുമാനം. നവമി ദിനേശ് അതിന് കൂടുതൽ വിവരങ്ങൾ നൽകും. നവമി, ഈ മേയർ പറയുന്ന വ്യക്തിവൈരാഗ്യം അതെങ്ങനെയാണ്? സ്വന്തം പാളയത്തിൽ നിന്നാണോ? അല്ലെങ്കിൽ മാത്രമല്ല ഈ അക്കൗണ്ടിലേക്ക് പണം വന്നതിനെ പറ്റി അവിടുത്തെ അസോസിയേഷൻ്റെ ആൾക്കാർക്ക് അറിയാമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഈ വിജിലൻസിൻ്റെ അന്വേഷണത്തിൻ്റെ പരിധിയിലൊക്കെ വരുന്നതല്ലേ? അല്ലെങ്കിൽ അവർ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റൊക്കെ എടുക്കേണ്ടതല്ലേ? അത്തരം കാര്യങ്ങളൊക്കെ എല്ലാം സംഭവിച്ചിട്ടുണ്ടോ? എൽദോ, വിജിലൻസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിലാണ് ഈ മേയർ പൈസ വാങ്ങിയിട്ടുണ്ട്, മേയർ അന്ന് കൗൺസിലർ ആയിരുന്നു, കൗൺസിലർ പൈസ വാങ്ങിയിട്ടുണ്ട് എന്ന് കോടതിയെ അറിയിച്ചത്.
എന്തായാലും അതാണ് ഇപ്പോൾ CPIM വലിയ ആയുധമായി ഉയർത്തിക്കാട്ടുന്നതും. പക്ഷേ മേയർ അതിനെ പ്രതിരോധിക്കുന്നത് അത് താൻ കൗൺസിലർ ആയിരുന്ന സമയത്ത് ഇവിടെ അധികാരത്തിലുണ്ടായിരുന്നത് LDF ആണ്, എന്തുകൊണ്ടാണ് അന്ന് ഈ ഒരു ആരോപണം ഉയർത്താത്തത്? അപ്പോൾ താൻ മേയറായ ശേഷം ഇത്തരത്തിലുള്ള ആരോപണം ഉയർത്തുന്നത് അത് തികച്ചും വ്യക്തിപരവും അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഏത് അന്വേഷണത്തോടും നേരിടാൻ താൻ തയ്യാറാണ്. ഈ പറയപ്പെടുന്ന ഫ്ലാറ്റിൻ്റെ അസോസിയേഷനാണ് ആദ്യം വിജിലൻസിന് പരാതി നൽകിയത്. ഈ പരാതി കൊടുക്കാനുള്ളൊരു സാഹചര്യം ഈ പാലാരിവട്ടത്തെ ഒരു ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിൻ്റെ പണി നടക്കുന്ന സമയത്ത് അതിൻ്റെ മുന്നിലുള്ള റോഡ് അത് കോർപ്പറേഷൻ്റെ വകയിലുള്ള റോഡാണ്. ആ റോഡ് പൊളിയുന്ന അവസ്ഥയിലായിരുന്നു. പിന്നീട് ആ റോഡ് നന്നാക്കുന്നതിന് വേണ്ടി മിനിമോളുടെ അധ്യക്ഷതയിൽ, അന്നത്തെ അവിടുത്തെ പാലാരിവട്ടത്തെ കൗൺസിലറുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേരുകയും അവിടെ വെച്ചാണ് കൗൺസിലർ പറഞ്ഞത് ഈ റോഡ് താൻ നന്നാക്കി കൊടുക്കാമെന്ന്. അതിൻ്റെ ഭാഗമായി ഈ ഫ്ലാറ്റ് ഉടമസ്ഥരിൽ നിന്നും 3 ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു. ആ 3 ലക്ഷം രൂപ മിനിമോളുടെ അക്കൗണ്ടിലേക്കാണ് എത്തിയത്. പിന്നീട് ഇനി പണി കുറച്ചുകൂടി പൂർത്തിയാക്കാനുണ്ട്, കൂടുതൽ തുക ആവശ്യമാണെന്ന് കൗൺസിലറായിട്ടുള്ള മിനിമോൾ ആവശ്യപ്പെടുമ്പോഴാണ് അസോസിയേഷന് സംശയം തോന്നുകയും വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരത്തിൽ നിന്നാണ് ഈ റോഡ് പൂർത്തിയാക്കിയത് കോർപ്പറേഷന്റെ തുകയിൽ ചിലവഴിച്ചാണ്, അല്ലാതെ ഈ നൽകിയ 3 ലക്ഷം രൂപയിലല്ല എന്ന് മനസ്സിലായത്. ഇത് വിവാദമായതിനെ തുടർന്ന് കൗൺസിലർ ഈ പണം തിരികെ അസോസിയേഷന് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ അസോസിയേഷൻ ഇത് വിജിലൻസിന് പരാതി നൽകി. വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഇത് തെളിയുകയും ചെയ്തു. ഇതിന്റെ രേഖകളടക്കം, അതായത് പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൗൺസിലർ അസോസിയേഷന് നൽകിയ കത്തടക്കം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കൗൺസിലർ പറയുന്നത് താനിത് പണം തിരികെ നൽകുന്നു, അത് തനിക്ക് നിർമ്മാണം പൂർത്തിയാക്കാത്തത് കൊണ്ട് പണം തിരികെ നൽകിയെന്നാണ്. പക്ഷേ വിജിലൻസ് പറയുന്നത് അഴിമതി നിരോധന പ്രകാരം അത് പണം വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ അഴിമതിയായി തന്നെ കണക്കാക്കും, തിരികെ കൊടുത്തു കഴിഞ്ഞിട്ടും അത് അഴിമതിയായി തന്നെ ബാക്കി നിൽക്കും എന്നതാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ മേയർ രാജിവെക്കണമെന്ന ആവശ്യമാണ് CPIM പ്രധാനമായും ഉയർത്തുന്നത്. റൈറ്റ്, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും ചേർന്നത്. മേയറുടെ പ്രതികരണവും നമ്മൾ കേട്ടു. ചരിത്ര ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ ആർട്ടമിസ് 2 സംഘത്തിന് നാസയുടെ സ്വീകരണം. ഹ്യൂസ്റ്റണിലെ നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിൽ ബഹിരാകാശ യാത്രികർ മാധ്യമങ്ങളെ കണ്ടു. Idea what to say. This is 24 hours ago, the Earth was that big out the window and we were doing Mach 39, and here we are back at Ellington at home. No one knows what the families went through, man. This was not easy. Being 200,000 plus miles away from home, like before you launch, it feels like it's the greatest dream on Earth. And when you're out there, you just want to get back to your families and your friends. It's a special thing to be a human, and it's a special thing to be on planet Earth. Thank you. അജയ് സുധാബിച്ചു കൂടുതൽ വിവരങ്ങളുമായി ചേരും. അജയ്, എന്താണെങ്കിലും ചരിത്ര ദൗത്യത്തിന് ശേഷമുള്ള മടങ്ങിവരവായിരുന്നു ആ സംഘത്തിന്. വളരെ വികാരഭരിതമായി തന്നെ അവർ അതിനെ സ്വീകരിക്കുകയും ചെയ്തു. ഇനി എന്താണ് പുതിയ ദൗത്യത്തെപ്പറ്റി നാസ സൂചന നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ നടന്ന ആർട്ടമിസ് 2 അത് നാസയുടെ വലിയ വിജയം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി മുതൽ സ്പേസ് മിഷനെ എല്ലാം നാസ നയിക്കും എന്നതാണ് അവരുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഈ 4 ബഹിരാകാശ സഞ്ചാരികളും സുരക്ഷിതരാണ് എന്നതാണ് നാസയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. അവർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും വിശദീകരിച്ചതും ഇക്കാര്യം തന്നെയാണ്. അവർ ഈ മിഷനെ പറ്റി പറഞ്ഞത്, മിഷനെ സംബന്ധിച്ച് തങ്ങൾക്ക് യാതൊരുവിധ ആശങ്കകളുമില്ലായിരുന്നു. ആകെയുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കുടുംബാംഗങ്ങളെ പിരിഞ്ഞിരിക്കുക എന്നതാണ് എന്ന് ഈ 4 പേരും പറഞ്ഞു. നിരവധി റെക്കോർഡുകൾ കരസ്ഥമാക്കിയാണ് ഈ 4 പേരും തിരിച്ചെത്തിയതും. ഇന്നലെ ഇന്ത്യൻ സമയം 5:07 ഇവർ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിനുള്ളിൽ പ്രവേശിച്ചത്. 5:37 അത് സ്പ്ലാഷ് ഡൗൺ ചെയ്യുകയായിരുന്നു. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന മനുഷ്യർ എന്നുള്ള റെക്കോർഡ് അവർ കരസ്ഥമാക്കിയിരുന്നു. അപ്പോളോ 17 റെക്കോർഡ് പൊട്ടിച്ചുകൊണ്ടാണ് ഈ ഒരു നീക്കമെന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഒരു ചാന്ദ്ര ദൗത്യത്തിന് വേണ്ടി സഞ്ചരിക്കുന്ന ആദ്യത്തെ വനിതയായി ക്രിസ്റ്റീന കോച്ച് മാറി. അതുപോലെ തന്നെ ഈ ചാന്ദ്ര ദൗത്യത്തിനായി സഞ്ചരിക്കുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായിട്ട് വിക്ടർ ഗ്ലോവർ മാറി. അതുപോലെ ചാന്ദ്ര ദൗത്യത്തിൽ പങ്കാളിയാകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്നുള്ള റെക്കോർഡ് റീഡ് വൈസ്മാൻ കരസ്ഥമാക്കി. അതുപോലെ ചാന്ദ്ര ദൗത്യത്തിന് വേണ്ടി പുറപ്പെടുന്ന അമേരിക്കക്കാരനല്ലാത്ത വ്യക്തി എന്നുള്ള ഒരു റെക്കോർഡ് ഇതിൽ കനേഡിയൻ ബഹിരാകാശ സഞ്ചാരിയായിട്ടുള്ള ജെറമി ഹാൻസൺ കരസ്ഥമാക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ നിരവധി റെക്കോർഡുകളും ഈ സംഘത്തിന് ഈ ആർട്ടമിസ് 2 ദൗത്യം വഴി ലഭിച്ചു. ഇനി 2028 മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്ന ആർട്ടമിസ് 3 ദൗത്യത്തിന് വേണ്ടി നാസ ഒരു ചുവടുവെക്കുന്നത്. അതിന്റെ മറ്റ് നടപടികളും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഓക്കെ, അജയ് സുധാബിച്ചു.
തിരുവനന്തപുരത്തെ റഷ്യൻ കൾച്ചറൽ സെന്ററിൽ ഒരേ പേരുള്ളവരുടെ ഒരു അപൂർവ സംഗമം നടന്നു. യൂറി ഗഗാറിന്റെ ബഹിരാകാശ ദൗത്യത്തിന്റെ 65ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു കേരളത്തിലെ ഗഗാറിന്മാർ ഒന്നിച്ചത്. യൂറി ഗഗാറിന്റെ ചരിത്രപരമായ ബഹിരാകാശ യാത്രയുടെ 65ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ വാൻഡ്രോസ് ജംഗ്ഷനിലെ റഷ്യൻ കൾച്ചറൽ സെന്ററിൽ വെച്ച് ഗഗാറിൻ എന്ന പേരുള്ളവരുടെ ഒരു സംഗമം, സംസ്ഥാനത്തെ ഗഗാറിൻ എന്ന പേരുള്ളവരുടെ ഒരു സംഗമം നടക്കുകയാണ്. അപൂർവമായൊരു സംഗമം. അതിൽ ആ പേരുകാരായ 5 പേർ എന്നോടൊപ്പമുണ്ട്. മുഴുവൻ പേരെങ്ങനെയാണ്? എൻ്റെ മുഴുവൻ പേര് ഗഗാറിൻ ബാബു. എവിടെയാണ് സ്ഥലം? ഞാൻ എറണാകുളമാണ്. എന്റെ ഫാമിലിയിൽ 4 ഗഗാറിൻസാ ഉള്ളത്. ഇപ്പോൾ ഞങ്ങളെ കൂടാതെ ഞാൻ കൂടാതെ ബാക്കി 3 പേരും കൂടിയുണ്ട്. ഒന്ന് ഫസ്റ്റ് ബ്രദർ, എന്റെ ഫസ്റ്റ് സൺ അക്ഷയ് ഗഗാറിൻ, രണ്ടാമത്തെ മകൻ അഭിജിത് ഗഗാറിൻ, മൈ വൈഫ് ഈസ് ബിന്ദു ഗഗാറിൻ. ഈ ഇദ്ദേഹത്തോടുള്ള യൂറി ഗഗാറിനോടുള്ള ഒരു അഡ്മിറേഷൻ ആണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഈ ശരിക്കും മറ്റ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛൻ പൊളിറ്റിക്കല് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മെമ്പറായിരുന്നു എറണാകുളത്ത്. അപ്പൊ അതില് റഷ്യൻ വിപ്ലവത്തില് 1917 റഷ്യൻ വിപ്ലവത്തില് അന്ന് ഉണ്ടായിരുന്ന ഏറ്റവും മനുഷ്യേദ്യ നേതാക്കളുടെ പേരായിരുന്നു അത്. എനിക്ക് വന്നത് എന്റെ ചേട്ടനും അതിന്റെ മൂത്ത ചേട്ടനും റഷ്യൻ നെയിം തന്നെയാണ്. ആദ്യത്തെ ആളുടെ പേര് മോർഖൻ, രണ്ടാമത്തെ ആളുടെ പേര് മംഗ്ലോദയൻ. ഇത് ജനറേഷനായിട്ട് കൈമാറാനാണ് എന്റെ 2 കുട്ടികൾക്കും ഇത് തന്നെ കൊടുത്തത്. എങ്ങനെയാണ് മുഴുവൻ പേര്? എന്റെ പേര് ഗഗാറിൻ കുമാർ. പുനലൂരാണ് സ്ഥലം, പുനലൂര്. അത് ഈ പറഞ്ഞ പോലെ തന്നെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് എന്റെ ഏറ്റവും കൂടുതൽ ഞാനൊരു ഇപ്പൊ ഓർമ്മിക്കുന്നത് എന്റെ അച്ഛനെയാണ്. കാര്യം അച്ഛനൊരു വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അന്ന് നമ്മുടെ ജനയുഗം, കൊല്ലത്ത് ജനയുഗം ഉള്ള അവിടെ കടപ്പാക്കടലാണ് എന്റെ ജനനം. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇരിച്ചിലത്തിലാണ് ഞാൻ ജനിച്ചു വരുന്നത്. അപ്പൊ അന്ന് ആ സമയത്താണ് നമ്മുടെ ഗഗാറിൻ ഫേമസ് ആവുന്നത്. അതായത് 1961 ഏപ്രിൽ 12 അദ്ദേഹം സ്പേസ് കറങ്ങിയിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ കേരളം മുഴുവൻ ചർച്ചയാകുന്ന സമയം. അപ്പോൾ ഞാൻ ഏപ്രിൽ മെയിൽ ജനിക്കുന്നു. അപ്പോൾ എനിക്ക് പേരിടെല്ലാം വന്നപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം അവിടെ ചേർന്ന് എനിക്ക് പേര് സെറ്റ് ഗഗാറിൻ എന്നാണ്. പിന്നെ എന്റെ മോന്റെ പേര് 2 മക്കളാണ്. എന്റെ മോന്റെ പേര് അഗാസി ഗഗാറിൻ, മോളുടെ പേര് വിസ്മയ ഗഗാറിൻ, ഭാര്യയുടെ പേര് ശൈല ഗഗാറിൻ. എന്താണ് ഈ ഗഗാറിൻ? മുഴുവൻ ഗഗാറിൻ തന്നെ. എന്റെ പേര് പി ഗഗാറിൻ എന്നാണ്. എമ്പൂരിലെ ഒരു പാർട്ടി നേതാവിന്റെ, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മകനായിട്ട് ജനിച്ചതാണ്. അച്ഛനാണ് ഈ പേര് നിർദ്ദേശിക്കുന്നത്. പാർട്ടിയും അന്ന് സോവിയറ്റ് റഷ്യയുടെ, ലോകത്തിന്റെ ആകെ ആശ്രയമായിരുന്ന സോവിയറ്റ് റഷ്യയുടെ വിജയവും അതിന്റെ നാടിന് നമ്മുടെ പ്രത്യാശയുമാണ് ഈ പേരിലേക്ക് എത്തിച്ചത്. അപ്പോൾ എന്റെ മോളുടെ പേര് അമൃത ഗഗാറിൻ എന്നാണ്. അവള് സ്വന്തമായിട്ട് ഇപ്പോൾ ചെയ്യുന്നു. എവിടുന്നാണ്? ഞാനും എറണാകുളത്ത് തന്നെയാണ്. എന്താണ് മുഴുവൻ പേര്? ഗഗാറിൻ മാത്രമേ ഉള്ളൂ. അല്ല, എന്റെ മകളുടെ പേര് ചിഞ്ചു ഗഗാറിൻ, ഒറ്റ മകളുള്ളൂ. വൈഫിന്റെ പേരും ബിന്ദു ഗഗാറിനാണ്. ഞാൻ സെൻട്രൽ പോലീസിൽ നിന്ന് റിട്ടയർ ആയതാണ്. 1912 ഏപ്രിൽ 12 ഗഗാറിൻ പോയി. ഞാൻ ജനിച്ചത് ഏപ്രിൽ 28 അപ്പം അന്ന് സോവിയറ്റ് നാടെന്ന് പറഞ്ഞ ബുക്കുകൾ, റഷ്യൻ ബുക്കുകൾ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരുന്ന സമയമാണ്. പിന്നെ ഞങ്ങള് പക്കാ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അച്ഛനും അതെ, ഞാനും പാർട്ടി മെമ്പറാണ്. അപ്പം ആ സോവിയറ്റ് നാട് വായിച്ച് കൊണ്ടപ്പോഴാണ് ഇതിന്റെ പടങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഏപ്രിലെ ലാസ്റ്റ് ആയപ്പോൾ റഷ്യൻ ഇതിന്റെ പടങ്ങളും അതൊക്കെ വന്നിരുന്നു. അപ്പം അങ്ങനെ ഒരു ആകർഷണം തോന്നി അച്ഛൻ തന്നെ ഇട്ടതാണ് യൂറിയകാരെന്നുള്ളത്. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടും ഉണ്ടായി, നല്ലതും ഉണ്ടായി. ഈ പേര് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളൊരു പേരെന്താന്ന് ചോദിക്കുമ്പോൾ ഗംഗാരനാ എന്ന് ചോദിക്കും. അപ്പം അത് പിന്നെ റിപ്പീറ്റ് ചെയ്യണം. എന്നാലും പിന്നെയും ചോദിക്കും. ലാസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ എഴുതി കൊടുത്തിട്ട് അമ്മയുടെ അടുത്താണെങ്കിൽ ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് വൈഫിന്റെ അടുത്താണെങ്കിലും അമ്മയുടെ നമ്മളൊരു കുറിപ്പിൽ എഴുതി കൊടുക്കും ഗഗാറിൻ. അതിനുശേഷമാണ് അവർ ഇത് എടുക്കുന്നത്. എവിടെയാണ് സ്ഥലം? ഞാൻ കണ്ണൂരാണ്. അപ്പോൾ ഇത്രയും പേരിൽ യൂറി ഗഗാറിൻ ഫുൾ നെയിമുള്ള ഞാൻ മാത്രമാണ്. ഞാൻ കണ്ണൂര് എന്നാ വരുന്നത്. ഞാനുണ്ട്. എങ്ങനെയാണ് ഈ പേരിലേക്ക്? അച്ഛൻ തന്നെ കാരണം. അച്ഛന് അന്ന കാലത്ത് മീഡിയ എല്ലാം അധികമില്ലല്ലോ. ഒന്നല്ലേ റേഡിയോ അല്ലെങ്കിൽ പത്രമാധ്യമമല്ലേ ഉള്ളൂ. അന്നപോലെ പിന്നെ വായിക്കുന്ന ആളായിരുന്നു അച്ഛൻ. അപ്പം പുള്ളി അത് സ്പേസിൽ ഗഗാറിൻ പോയതിനു ശേഷം കഴിഞ്ഞപ്പോഴത്തേന് ആ റഷ്യയുമായിട്ടുള്ള കണക്ഷൻ വെച്ചിട്ട് തന്നെ എനിക്ക് ആ പേരിട്ടതാണ്. അതുകൊണ്ട് തന്നെ കുറേ
ഇവിടുന്ന് പിന്നെ പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഈ പുള്ളി പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി കാണിക്കും. അന്നേരം തന്നെ പെട്ടു. പിന്നെ പല സ്ഥലത്തുനിന്ന് എനിക്ക് പല ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട്. ഏത് ഓഫീസുകളിലോ കാര്യങ്ങളിലൊക്കെ ചെല്ലുവാണെങ്കിൽ പേര് കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു പരിഗണന, റെസ്പെക്ട്. അന്നേരം നമ്മുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ശരിക്കുമുള്ള കാര്യങ്ങളാണ്. പിന്നെ പേര് കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ടായിട്ടുണ്ട്, ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ പേരിലെ കൗതുകം കൊണ്ടാണ് അവർ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒന്നിച്ചു കൂടുന്നത്. എന്തായാലും അത് വലിയൊരു കൗതുകമുണർത്തുന്ന വാർത്ത കൂടിയാണ്. കാരണം യൂറി ഗഗാറിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, അമിതമായ വാത്സല്യത്തിന്റെ പേരിൽ സ്വന്തം മക്കൾക്ക് ഗഗാറിൻ എന്ന പേര് ഒപ്പമോ അല്ലെങ്കിൽ മുഴുവനായോ ചേർത്ത 5 പേരാണ് ഈ 65ാം വാർഷിക ദിനത്തിൽ റഷ്യൻ കൾച്ചറൽ സെന്ററിൽ സംഗമിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും ആശംസകൾ. എല്ലാ ഗഗാറിന്മാർക്കും ആശംസകൾ നേർന്നുകൊണ്ട് 9 വാർത്ത പൂർത്തിയാക്കുകയാണ്. ന്യൂസ് ഫ്രണ്ട്സിൽ TG സജിത്ത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.